ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു മിനി വ്ളോഗായിട്ട് വരുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ദൃശ്യം മൂവി കാണാൻ പോകുന്നതിൻ്റെ ഒരു ചെറിയ മിനി വ്ളോഗാണ്. വ്ളോഗെന്ന് പറയാൻ പറ്റില്ല, ഞാൻ അവിടുത്തെ കാര്യങ്ങളും കുറച്ച് ഇതൊക്കെ ഒന്ന് ക്യാപ്ചർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ സിനിമ കാണാൻ പോയി. നമ്മൾ നെല്ലിമൂടുള്ള അനു സിനിമാക്സിലാണ് പോയത്. അവിടെ ഞാൻ ഓൾറെഡി പോയിട്ടുണ്ട്, വേറെ സിനിമ കാണാൻ പോയിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ്, അടിപൊളി വൈബാണ്. പിന്നെ ദൃശ്യം സിനിമയെക്കുറിച്ച് പറയണ്ട, ഫസ്റ്റും സെക്കൻഡും അടിപൊളിയായിരുന്നു, അതുപോലെ തന്നെ തേർഡും അടിപൊളിയാണ്. അപ്പം പിന്നെ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഫസ്റ്റത്തെയും സെക്കൻഡത്തെയും കഥകൾ ഇങ്ങനെ ഓട്ടിച്ച് കൊണ്ടുപോകില്ല, അതുപോലെയൊക്കെ കാണിച്ചു. അപ്പം നമ്മൾ ഇത് കാണാത്തവർക്കും ഇനിയിപ്പം നമ്മൾ അടുത്ത് കാണാൻ പോകുന്നതിന് മുമ്പ് ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും, കഥകൾ നമ്മൾ തുടക്കത്തിലേ ഒക്കെ മനസ്സിലാക്കി വയ്ക്കുമ്പോൾ. അപ്പം അതും ഒരു അടിപൊളിയായിട്ട് തോന്നി. അപ്പം നല്ലൊരു ക്യൂരിയോസിറ്റി തോന്നുന്ന ഒരു മൂവിയാണ്. അടുത്തിനി എന്താവും, ജോർജ് കുട്ടി അടുത്ത് ഫാമിലിക്ക് വേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, എന്തൊക്കെ സീക്രട്ട് ആയിരിക്കും അതിൽ ഒളിപ്പിച്ച് ചെയ്യണം, അങ്ങനെ കുറേ ചോദ്യങ്ങൾ നമുക്ക് വരും. അങ്ങനെ ഒരു അടിപൊളി സിനിമയാണ്. ഇതുവരെ കാണാൻ പോകാത്തവരുണ്ടെങ്കിൽ പോയി എന്തായാലും കണ്ടു, അടിപൊളി സിനിമയാണ്. അപ്പം നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ്. അപ്പം പിന്നെ എനിക്കിങ്ങനത്തെ സിനിമകൾ കാണാൻ കുറച്ച് കൂടുതൽ ഇഷ്ടമാണ്. ഇതേപോലെ ക്രൈം സീരീസ്, അങ്ങനത്തെയൊക്കെ ക്രൈം മൂവീസ്, കേസ് അന്വേഷണം, അങ്ങനത്തെ സിനിമകളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്തായാലും പോവാതിരുന്നെങ്കിൽ വളരെ വലിയ നഷ്ടമായിപ്പോയി, പോകുമായിരുന്നു. അപ്പം എന്തായാലും ഭയങ്കര ഹാപ്പി. ഇടയ്ക്ക് വാഴ കാണാൻ പോയി, എങ്കിലും ഇതും കണ്ടപ്പോൾ ഒരു സന്തോഷം. ഇനി അടുത്തതിൻ്റെ 4th ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണും. അതിന് എന്ന് ഇറങ്ങുമെന്ന് അറിഞ്ഞുകൂടാ, എന്തായാലും ഉണ്ട്. അപ്പോൾ നമ്മൾ വരുണ് പോയി, പക്ഷേ വരുണിൻ്റെ കഥ ദാ ഇത് 3rd നിൽക്കുകയാണ്. എന്തായാലും ഈ എടുത്ത ആളെ സമ്മതിക്കണം, ജിത്തു ജോസ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അടിപൊളി. കറക്റ്റ് അറിഞ്ഞൂടാ, ആരാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അടിപൊളി സിനിമ. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ട് നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വീഡിയോകളൊക്കെ ഇനിയും അപ്ലോഡ് ചെയ്യും. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു വ്ളോഗുകൾ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഷോർട്സ് വീഡിയോസാണ് ഞാൻ കൂടുതൽ ഇടുന്നത്, പക്ഷേ ലോങ് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടാൻ ശ്രമിക്കാം. പക്ഷേ ഇടാൻ പറ്റില്ല, കാരണം ഇനി എനിക്ക് കണ്ടിന്യൂസ് ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും എല്ലാം കൊണ്ടുപോകണം. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് ഷോർട്ട് വീഡിയോസും ഭയങ്കരമായിട്ടും ലാഗായിട്ടാണ് ഇടുന്നത്. നല്ല വീഡിയോസൊന്നും ഇപ്പം വരണില്ല. പിന്നെ നമ്മൾ സിനിമ കാണാൻ പോണത് തന്നെ നമ്മളതിൽ ആ പേരെഴുതുന്ന ആ പോർഷൻ അത് മസ്റ്റാണ്. അത് നമ്മൾ എടുത്തിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം ആ സമയമാകുമ്പോൾ എല്ലാവരും ഫോണും പൊക്കി പിടിച്ചുകൊണ്ട് വരും. അപ്പം ഞാനും എടുത്തിട്ടുണ്ട് ദൃശ്യം 3 എന്ന് പറഞ്ഞ ആ ഒരു ഹെഡ്ലൈൻ. അപ്പം എല്ലാവരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ലാലേട്ടൻ്റെയും എല്ലാവരുടെയും അഭിനയം അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത് പുതിയൊരു വ്ളോഗിൽ കാണാം. അപ്പം അത്രയേ ഉള്ളൂ. Bye.